ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് യേശുവിനെ എങ്ങനെയാണ് അവനെ കൊല്ലുവാനായിട്ട് വിധിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായത്തിൻ്റെ 67-68 വാക്യങ്ങൾ. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവെ, നിന്നെ തല്ലിയതാരെന്ന് ഞങ്ങളോട് പ്രവചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവെ, നിന്നെ തല്ലിയതാരെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. കർത്താവും 12 ശിഷ്യന്മാരും യെരുശലേമിലുടനീളം സഞ്ചരിച്ച് കുരുടരെ കാണുമാറാക്കി, ചെകിടർക്ക് കേൾവി നൽകി, ഭൂതം ബാധിച്ചവരെ അതിൽ നിന്ന് വിടുവിച്ചു, സംസാരിക്കാൻ വയ്യാത്തവരെ ഊമന്മാർക്ക് സംസാരിക്കുവാനായിട്ട് സാധിച്ചു, പക്ഷപാതം പിടിച്ചവരെ കിടന്നവരെ നടക്കുമാറാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, വെള്ളം വീഞ്ഞാക്കി തീർത്തു, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ഇങ്ങനെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ജനത്തെ ആശ്വസിപ്പിക്കുകയും ജനത്തെ പോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടന്നു. 3.5 വർഷക്കാലം കർത്താവും ശിഷ്യന്മാരും ജനത്തിനു വേണ്ടി ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം അവരെ സഹായിച്ചു. എന്നിട്ടും അതിൽ അനേകർ കർത്താവിനെ വെറുത്തു. അതിൽ കൂടുതൽ പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെയാണ് കർത്താവിനെ വെറുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഈ കർത്താവിനെ കൊല്ലണം എന്നവർ വിചാരിച്ചു. കാരണം അവരെക്കാൾ വലിയവനാണ് കർത്താവെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് കർത്താവിനെ കൊല്ലണം എന്നവർ തീരുമാനിച്ചു. അസൂയ കൊണ്ടായിരുന്നു അവർക്ക്. കർത്താവിൻ്റെ ശിഷ്യനായ യൂദാസ് തന്നെ മഹാപുരോഹിതന്മാരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഞാൻ അവനെ കാണിച്ചു തരാം, എനിക്ക് കാശ് തരണം. അങ്ങനെ 30 വെള്ളിക്കാശ് പറഞ്ഞ് യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. ചുംബനത്താലാണ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നത്. അവർ കർത്താവിനെ പിടിച്ചു പുരോഹിതനായ കയ്യഫാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ശാസ്ത്രിമാരും പരീശന്മാരും മൂപ്പന്മാരും ഒക്കെ കൂടിയിരിപ്പുണ്ടായിരുന്നു. രാത്രി മുഴുവനും അവർ കർത്താവിനെ ചോദ്യം ചെയ്തു. അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, അവനെ പരിഹസിച്ചു. രാവിലെ അവർ കർത്താവിനെ അന്നത്തെ റോമൻ ഗവർണറായിരുന്ന പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയിരുന്നു. പീലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു. എന്നാൽ അടുത്തു നിന്ന് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ അവനെ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. എന്നാൽ കർത്താവ് ഒന്നും മിണ്ടാതെ അതെല്ലാം സഹിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നാടുവാഴിയുടെ ഭാര്യ ആളയച്ച് പറഞ്ഞു, ആ മനുഷ്യൻ നീതിമാനാണ്, അവൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ രാത്രി ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പീലാത്തോസിന് ഈ കർത്താവിനെ വിടുവിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവർ അസൂയ കൊണ്ടാണ് അവനെ ഏൽപ്പിച്ചതെന്നും പീലാത്തോസിന് മനസ്സിലായി. അപ്പോൾ ഉത്സവ സമയത്ത് ഒരാളെ വിട്ടയക്കുക പതിവുണ്ട്. അപ്പോൾ അവിടെ വളരെ ശ്രുതിപ്പെട്ട തടവുകാരൻ, വളരെ ദുഷ്ടനായ ഒരുത്തനാണ് ബർബാസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു തടവുകാരനുണ്ടായിരുന്നു. അപ്പോൾ പീലാത്തോസ് വിചാരിച്ചു, ഈ ബർബാസ് അങ്ങനെ ഒരാളെ വിട്ടുകൊടുക്കുന്ന ബർബാസിനെയാണ് കൂടെ എങ്കിൽ അവർ യേശുവിനെ സ്വീകരിക്കും, യേശുവിനെ ചോദിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ പീലാത്തോസ് ചോദിച്ചു, നിങ്ങൾക്ക് ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയാണോ അതോ തടവുകാരനായ ബർബാസ് എന്ന ശ്രുതിപ്പെട്ട തടവുകാരനെയാണോ വേണ്ടതെന്ന് ചോദിച്ചു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ ജനത്തോട് പറഞ്ഞ് അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് അതുകൊണ്ട് അവർ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബർബാസിനെ വിട്ടുതരണം, ബർബാസിനെയാണ് ഞങ്ങൾക്ക് വിട്ടുതരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, യേശുവിനെ എന്ത് ചെയ്യണം? നീതിമാനായ യേശുവാണ്. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കണം, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു കർത്താവ്. പീലാത്തോസ് വെള്ളമെടുത്ത് എല്ലാവരുടെയും മുമ്പാകെ, ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരുടെയും മുമ്പാകെ കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാൻ്റെ കാര്യത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ തൂക്കിക്കൊള്ളുവിൻ. അപ്പോൾ അവർ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബർബാസിനെ അവർ വിട്ടുകൊടുത്തു. നീതിമാൻ എന്ന് പറഞ്ഞ ആരെയും അങ്ങനെ
കുറ്റം വിധിക്കാറില്ല. എന്നാൽ കർത്താവിനെ അവർ കുറ്റം വിധിച്ചു. ബർബാസിനെ അവർ വിട്ടുകൊടുത്തു. യേശുവിനെ ക്രൂശിക്കേണ്ടതിന് കൽപ്പിച്ചു. നമുക്ക് ആ മനപ്പാഠവാക്യം ഒന്നും കൂടെ പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ മത്തായി 26-ൻ്റെ ഈസി ആയിട്ടുള്ളൊരു വാക്യമാണ്. മത്തായി 26-ൻ്റെ 67-68. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടിച്ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവെ, നിന്നെ തല്ലിയതാറെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അനേക ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് അസൂയ നശിപ്പിക്കുന്ന പാവമാണ്. യേശുവിനോടുള്ള അസൂയയാണ് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും യേശുവിനെ കൊല്ലുവാനായിട്ട് ആലോചിക്കുവാനായിട്ട് കാരണം. രണ്ടാമതായിട്ട് യേശു ദൈവമാണ്, അവനിൽ പാപമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പീലാത്തോസ് കൈ കഴിയതിന് നീതിമാനാണെന്ന് പറഞ്ഞ് കൈ കഴിയതിന് ശേഷമാണ് അവനെ ക്രൂശിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചത്. മൂന്നാമതായി കർത്താവിനെ അവർ തുപ്പി അടിച്ചു പരിഹസിച്ചു. ഇതെല്ലാം കർത്താവ് നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടി സഹിച്ചു. നാമും കർത്താവിന് വേണ്ടി നിന്ന പരിഹാസം സഹിപ്പാൻ തയ്യാറായിരിക്കണം. നാലാമതായി ജനം തിരഞ്ഞെടുത്ത നീതിമാനായ കർത്താവിനെയല്ല, പിന്നെയോ തടവുകാരനായ ബർബാസിനെയാണ്. ദിവസം പ്രതിയും നാം പലതും തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയുള്ളത്? നീതിയോടും വിശ്വസ്തയോടും കൂടെ തിരഞ്ഞെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നിന്ന സഹിച്ചു, തുപ്പലേറ്റു, അടി കൊണ്ടു. ഇതെല്ലാം ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതനുസരിച്ച് കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സൂക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കലിന് കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിൽ കൂടെ കൈ അമർത്തിയാൽ ഏത് സമയത്ത് ഇടുന്നോ ആ സമയത്ത് നിങ്ങൾക്ക് ആൻറ്റി ഇടുന്ന വീഡിയോസ് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.